മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന് വെല്ലുവിളിയായി ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള തെർമൽ സ്കാനിങ്ങിൽ പുഴയ്ക്കടിയിൽ ശരീരോഷ്മാവിൻ്റെ സൂചനകളില്ല. രാത്രി മറ്റൊരു അന്തരീക്ഷത്തിൽ, അതായത് തണുത്ത അന്തരീക്ഷത്തിൽ വീണ്ടും അവിടെ പരിശോധന നടത്തും. പുഴയുടെ അടിത്തട്ടിലുള്ളത് അർജുൻ ഓടിച്ച ലോറി തന്നെ എന്ന് ദൗത്യസംഘം സ്ഥിരീകരിച്ചു എന്നതാണ് ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഐബോർഡ് പരിശോധനയിൽ 3 ലോഹഭാഗങ്ങളുടെ സിഗ്നലാണ് വെള്ളത്തിൽ നിന്ന്, ജലത്തിനടിയിൽ നിന്ന് കിട്ടിയത്. ഇതിൽ ലോറിയുടെ ക്യാബിൻ ഏതെന്ന് വ്യക്തമല്ല. മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് പുഴയിലുള്ളത്. കനത്ത അടിയൊഴുക്കാണ്. നാളെ ലോറി ഉയർത്തുന്നത് പരിഗണനയിലുണ്ട്. ദൗത്യസംഘം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. നേരത്തെ കനത്ത മഴ അവിടെ പെയ്തിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് തോർന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഈ ദൗത്യസംഘത്തിൻ്റെ വാർത്താ സമ്മേളനം ഏത് സാഹചര്യത്തിലായിരിക്കും? ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ സാധാരണ നടത്താറുള്ളതല്ല. MLA നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ചാൽ അതൊരു വിശദീകരണം നൽകുമെന്നതിനപ്പുറത്തേക്ക് ഒരു വാർത്താ സമ്മേളനം ഒന്നും ഉണ്ടാകാറില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനം എന്തെങ്കിലും സൂചനകളുടെ, വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ അറിയിക്കാൻ ആകുമെന്ന് കരുതാം, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും അത് തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം വൈകാനുള്ള ഒരു കാരണമായി നമുക്ക് അകത്തു നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് നടത്തിയ ഡ്രോൺ പരിശോധന, അതായത് നമ്മുടെ ഡ്രോൺ പരിശോധനയുടെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടണം ഔദ്യോഗികമായി. അതിനുശേഷം മാത്രമായിരിക്കും വാർത്താ സമ്മേളനം, രക്ഷാദൗത്യത്തിന്റെ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ആ അപകട സ്ഥലത്ത് നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോഴും ഒരു മഴ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് കനത്ത മഴയായി പെയ്യുന്നില്ലെങ്കിലും ഏത് സമയവും ഒരു മഴ പെയ്തേക്കാം. അതൊരു ശക്തമായ മഴയായി മാറിയേക്കാം. കാറ്റുണ്ട്. അപ്പോൾ ഈ ഡ്രോൺ പരിശോധന ഇനി എങ്ങനെ യാഥാർത്ഥ്യമാകും? നേരത്തെ ഈ 3 സ്പോട്ടുകൾ കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ അതിനകത്ത് 3 സ്പോട്ടുകളിലും ലോഹ സാന്നിധ്യം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി. അതിനപ്പുറത്തേക്ക് മറ്റു ചില കണ്ടെത്തലുകളും നടത്തിയ ശേഷം അവർ പറഞ്ഞത് ഒരു കൂളർ കണ്ടീഷനിൽ, അതായത് ആ ഒരു ബോഡി ടെമ്പറേച്ചർ ആദ്യ 2 സ്പോട്ടുകളിൽ കണ്ടെത്തിയിട്ടില്ല എന്നവർ പറയുമ്പോൾ പോലും ആ ഒരു കൂളർ ടെമ്പറേച്ചറിൽ കൂടി ഒരു പരിശോധന ഒരിക്കൽ കൂടി നടത്തും ഈ 3 സ്പോട്ടുകളിലും എന്ന് ഇന്ദ്രപാലൻ സാർ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഒരു മോശം കാലാവസ്ഥയിൽ ഇനി എങ്ങനെ അത് യാഥാർത്ഥ്യമാകും, ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം അവസാനം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിവരം നിലവിൽ അത് ഓപ്പറേഷൻ അബോട്ടഡ് ഫോർ നൗ എന്നുള്ളൊരു വിവരം മാത്രമാണ് ലഭിച്ചത്. അതോടുകൂടി ആ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്രോൺ പരിശോധനയുടെ ഒരു റിപ്പോർട്ട് കൂടി അത് ഈ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശേഷമായിരിക്കും, അല്ലെങ്കിൽ റെസ്ക്യൂ സംഘത്തിന് കൈമാറിയ ശേഷമായിരിക്കും റെസ്ക്യൂ സംഘത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. ഏതായാലും ഇന്ന് നമ്മളൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ നമ്മളിത് പറയുമ്പോൾ, അങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അത് വലിയ ആകാംക്ഷയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മടങ്ങി വരാൻ നമ്മൾ കാത്തിരുന്നതാണ്. പക്ഷേ ആ രീതിയിലേക്ക് ഒരു റിസൾട്ട് നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചപ്പോൾ ആ പ്രതീക്ഷിച്ചത്ര റിസൾട്ട് അക്കാര്യത്തിൽ ഇന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് ആകെ ഉണ്ടായിട്ടുള്ള പുരോഗതി, നേവി സംഘം ബോട്ടിൽ അവരുടെ ഡിങ്കി ബോട്ടുകളിൽ അവർ തിരച്ചിലേക്ക് ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങി. പക്ഷേ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഡൈവ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്രയ്ക്കധികം നദിയുടെ ജലനിരപ്പ് ഉയർന്നിരുന്നു. മാത്രമല്ല ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് ഡൈവ് ചെയ്യാൻ, അതല്ലെങ്കിൽ ആഴത്തിലേക്ക് പോയൊരു ഡൈവിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഡ്രോൺ പരിശോധനയാണ്. ഡ്രോൺ പരിശോധനയിലും നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞ ആ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള വിശദാംശങ്ങൾ അത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന്, വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന്, രക്ഷാദൗത്യം നയിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന്, ജില്ലാ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. വിജയകുമാർ. യെസ്, ഷഫീദാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ്, തുടരുക. ഇന്നത്തെ വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഗംഗാവാലി പുഴയിലെ കനത്ത കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ആ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച്, അതിനെ അവഗണിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. 20 നോട്ടിക്കലായിരുന്നു ഇന്നലെ അതിൻ്റെ ആഴത്തിലെ വേഗമെങ്കിൽ ഇന്നത് 15-10 എന്ന നിലയിലേക്ക് വന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അത് കനത്തു. അതോടെ 2 അല്ലെങ്കിൽ 3, അതാണ് ഒരു മനുഷ്യന് സാധാരണഗതിയിൽ വെള്ളത്തിനടിയിൽ അയാളുടെ ദൗത്യം നിർവഹിക്കുന്നതിന് പറ്റുന്ന നോട്ടിക്കൽ വേഗം. പക്ഷേ ഇത് അങ്ങനെയല്ല. അതിനൊക്കെ എത്രയോ ഇരട്ടിയിലധികം ശക്തമാണ് അവിടുത്തെ ജലപ്രവാഹം. അതുകൊണ്ട് അതിനെ അതിജീവിച്ച് വിശദമായ പരിശോധന നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഗംഗാവാലിയിൽ ഉണ്ടായിരുന്നില്ല. എന്തായിരിക്കും നാളെ അവർ ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. ഇതിപ്പോൾ ഈ ട്രക്ക് നേരെ ഉയർത്തിയെടുക്കാനാണെങ്കിലും ഇതിന് സമാനമായി നാവികസേന അംഗങ്ങൾ അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർ പോയി ഇരുമ്പ്, ഉരുക്ക്, ഹുക്കുകൾ ഈ വാഹനത്തിൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. അവർ പിന്നീട് ജലോപരിതലത്തിൽ വന്ന്
ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയാൽ മാത്രമേ അത് ക്രെയിനുകൾക്ക് ഉയർത്താൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ നാളെയും പ്രായോഗികമാകണമെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ കുറെ കൂടി അനുകൂലമാകണം. ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങളുമായി ചേരുന്നു. ഹാഷ്മി, ഒരു വാർത്താ സമ്മേളനത്തിന് ഒരുക്കം 4:30 തന്നെ നമ്മൾ കണ്ടതാണ്, പക്ഷേ അത് നീണ്ടുപോകുന്നു. എന്താണ് ജില്ലാ ഭരണകൂടം ഒരു പെട്ടെന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചത്? എന്തായിരിക്കും അവർ പറയാൻ ഉദ്ദേശിക്കുക? അതിങ്ങനെ നീണ്ടുപോകുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ? എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വിജയകുമാർ. കാര്യം പെട്ടെന്ന് ആദ്യം പറഞ്ഞിരുന്ന വാർത്താ സമ്മേളനം 6 മണിയോട് കൂടിയാണ്. 4:30 കൂടി പെട്ടെന്ന് വാർത്താ സമ്മേളനം എന്ന കാര്യം പറഞ്ഞു. അപ്പൊ അനുസരിച്ച് നമ്മൾ സജ്ജരായി. പെട്ടെന്ന് കളക്ടർ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീട് അത് വൈകി. അതിനുശേഷം അന്വേഷിക്കുമ്പോൾ എന്തോ യോഗം, ഒരു അൺഒഫീഷ്യൽ യോഗം നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം ഇനി അധികം വൈകാതെ വാർത്താ സമ്മേളനം തുടങ്ങുമെന്ന് അറിയാൻ കഴിയുന്നു. ഇത് 10ാം നാൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു വിജയകുമാർ. ഇന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ആ ലോറി നമ്മുടെ കയ്യകലത്ത് കിട്ടിയത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഉയർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രഥമ പരിഗണന. അത് ഇന്ന് ഉണ്ടാകും, അത് ഇന്ന് ഉറപ്പായും സംഭവിച്ചിരിക്കും. ഒരു പ്രധാനപ്പെട്ട വാർത്ത അർജുനെ സംബന്ധിച്ച് പുറത്തേക്ക് വരും, കേരളത്തെ അറിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷകൾ എന്തായാലും ഇന്നിപ്പോൾ അസ്ഥാനത്താവുകയാണ് എന്ന് തന്നെ തോന്നുന്നു വിജയകുമാർ. കാര്യം കാലാവസ്ഥ ഇന്നലെ എങ്ങനെയാണോ അതുമാതിരി തന്നെ അതിന്റെ പരുവം മാറുന്നു, അതിന്റെ ഗതി മാറുന്നു. അതിനുശേഷം ഇവിടെ പെരുമഴ പെയ്യുന്നു. ഇവിടെ മാത്രമല്ല, മലയോര മേഖലകൾ ഒന്നാകെ വലിയ മഴ പെയ്യുകയാണ്. ആ മഴയിൽ ഒരു തരത്തിലും രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നേവി ഡൈവർ സംഘം എന്തായാലും ഇതിപ്പോൾ ഇന്ന് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് എന്ന് പറയുന്നു. മാത്രമല്ല, ഈ ഡ്രോൺ പരിശോധനയും ഏതാണ്ട് അവസാനിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഈ ദൗത്യം ഏതാണ്ട് പൂർണ്ണമാവുന്നു എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ കാലാവസ്ഥ മെച്ചപ്പെടാനുള്ള സാധ്യത തീരെയില്ല. കാലാവസ്ഥാ പ്രവചനം ഇനി ബാക്കി സമയത്ത് മഴ പെയ്യുമെന്ന് തന്നെയാണ് വിജയകുമാർ. ഇവിടെ മാത്രമല്ല, മഴ മലയോര മേഖലകളിലടക്കം അതിശക്തമായ മഴ, എന്താണോ ഇന്നലെ കണ്ട മഴ അതേ തോതിൽ പെയ്യുകയാണ് ഈ മേഖലയിലൊക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ഇൻഫ്ലക്സ് നദിയിലേക്കുള്ള ഇൻഫ്ലക്സ് കൂടും. നേരത്തെ പറഞ്ഞതുപോലെ 2 to 3 നോട്ട് സ്പീഡിൽ മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുക. അത് 20 വരെ എത്തിയിട്ടൊന്ന് കുറഞ്ഞതാണ്. പിന്നീട് വീണ്ടും അത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അത് ഇവിടെ മഴയില്ലാത്ത സമയത്ത് തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അതിനർത്ഥം മലയോര മേഖലകളിലെ മഴയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ എല്ലാ മേഖലകളും മലയോര നഗരമേഖലകൾ മൊത്തത്തിൽ വലിയ കാറ്റും മഴയും തുടരുമ്പോൾ ഇന്നുറപ്പായും എന്തായാലും ആ കുത്തൊഴുക്ക് തീരാൻ പോകുന്നില്ല. അതിന് ഒരു ശമനം ഉണ്ടാകാൻ പോകുന്നില്ല. ജലപ്രവാഹത്തിന് ശമനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും നേവിയുടെ ആ ദൗത്യം ഇന്ന് ഏതാണ്ട് തീരുന്നു. ഡ്രോണിന്റെ പരിശോധന അത് വളരെ പ്രത്യാശാഭരിതമായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അർജുനെ സംബന്ധിച്ച്, അർജുന്റെ വീട്ടുകാരെ സംബന്ധിച്ച് അത്ര പ്രത്യാശാഭരിതമായ വിവരങ്ങളായിരുന്നോ എന്നറിയില്ലെങ്കിൽ കൂടിയും റിസൾട്ട് എന്ന അർത്ഥത്തിൽ അതങ്ങനെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അത് കൺഫ്യൂഷൻ ഒരുപാടുണ്ടെങ്കിൽ കൂടിയും ഇതുവരെ കിട്ടാത്ത ചില സുപ്രധാനമായ ഡേറ്റകൾ, അത് 3 സ്പോട്ട് അടക്കം കൃത്യമായ ഡേറ്റകൾ കിട്ടി മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ കൊടുങ്കാറ്റ് അതിനെയും അവതാളത്തിലാക്കിയത്. അതും താൽക്കാലികമായി നിർത്തി അബോർട്ട് ചെയ്തിരിക്കുമെന്നാണ് അറിയിച്ചത്. താൽക്കാലികം നിർത്തി വെച്ചിരിക്കുകയാണ്. അതും ഇന്നിനി കാലാവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുമുണ്ടോ എന്നറിയില്ല. കാര്യം ഇപ്പോഴും ഈ അന്തരീക്ഷം ഇങ്ങനെ കടുത്ത മേഘാവൃതമായി കറുത്ത് അങ്ങനെ നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ പഴയ മഴയുടെ രീതിയിൽ ആഞ്ഞു പെയ്യാനുള്ള സാധ്യത ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്യും എന്ന് തന്നെയാണ്. അതാണ് കാശ്മീർ. നാളെയും അവിടെ ആ മേഖലയിൽ ഓറഞ്ച് അലേർട്ടാണ്. കാലാവസ്ഥാ റിപ്പോർട്ടിൽ ഓറഞ്ച് അലേർട്ടാണ് കാണിക്കുന്നത്. കനത്ത മഴ അവിടെ ഉണ്ടാകും, തീവ്ര മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രിയിലും അവിടെ കാര്യമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മേഘങ്ങളുടെ വലിയ സാന്നിധ്യം കടലിനോട് ചേർന്നുമൊക്കെ കാണുന്നുണ്ട്. അത് കരയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് ഒരു പേമാരി കണക്കെ പെയ്യാം. അതാണ് അവിടുത്തെ സാഹചര്യം. അത് നാളെയും അതിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് വലിയ ചോദ്യം ആയി അവശേഷിക്കുന്നു. അതിനൊരു ഉത്തരം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു.